തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലുള്ള വടലൂർ ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സിന് തീപിടിച്ച് പൂർണ്ണമായും കത്തിനശിച്ചു. ജൂൺ 30 ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. കടലൂരിൽ നിന്ന് വൃദ്ധാചാലത്തിലേക്ക് 50ഓളം യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വടലൂർ 4 റോഡ് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ബസ്സിന് സാങ്കേതിക തകരാർ അനുഭവപ്പെട്ടു. തുടർന്ന് യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കിയ ശേഷം എഞ്ചിൻ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാറ്ററിയിലുണ്ടായ തകരാറും തീപ്പൊരിയുമാണ് അഗ്നിബാധയ്ക്ക് കാരണമായത്. തുടർന്ന് ഡീസൽ ടാങ്ക് പൊട്ടിത്തെറിച്ച് തീ ആളിപ്പടരുകയായിരുന്നു. ഭാഗ്യവശാൽ യാത്രക്കാരെ മുൻകൂട്ടി ഇറക്കിവിട്ടിരുന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. എന്നാൽ പരിക്കേറ്റ 2 പേരെ സമീപത്തെ സർക്കാർ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 10ലധികം ഇരുചക്ര വാഹനങ്ങളും 8ഓളം കടകളും തീ പടർന്ന് കത്തിനശിച്ചു. കുറിഞ്ചിപ്പാടി, സേത്തിയാത്തോപ്പ് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ഈ അപകടത്തെ തുടർന്ന് പ്രദേശത്ത് മണിക്കൂറുകളോളം വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99.